ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മോൻ സ്കൂളിലേക്ക് പോയപ്പോൾ അമ്മയ്ക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിച്ചിട്ടാണ് പോയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടുമില്ല. ഒരു തവണ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം നോക്കിയപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. അതിനുള്ളിലുള്ള ക്വാണ്ടിറ്റി തീർത്ത് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ അതേപടി തന്നെ തിരിച്ചു വെക്കുകയും ചെയ്തു. അപ്പം മോൻ രാവിലെ പറഞ്ഞിട്ട് പോയത് കൊണ്ട് എന്താണേലും ഈ സംഭവം ഒന്ന് ഉണ്ടാക്കി കളയാം എന്ന് കരുതി ഞാൻ ഇതിന് ഒന്ന് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സംഭവം ഞാനും അങ്ങ് ഉണ്ടാക്കി. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ ഒരു ചിക്കൻ കട്ട്ലേറ്റിന്റെ ഷേപ്പ് ഒക്കെ തോന്നിയാലും സംഭവം കിടു ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും തന്നെ വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പം നമുക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു 5 ബ്രെഡാണ്. അതിൻ്റെ സൈഡൊന്നും നമ്മൾ കട്ട് ചെയ്യേണ്ട. നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഇനി മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ പൾസിലിട്ട് അടിച്ചാൽ മതി. ഒന്നിച്ചിട്ടിട്ട് അരയുന്നില്ലെങ്കിൽ നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കനും ബ്രെഡും കൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് എല്ലാ വശത്തേക്കും തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ച ചിക്കൻ്റെ മിക്സ് നന്നായിട്ട് ഒന്ന് കുഴച്ച് എടുക്കണം. നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ആദ്യം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ പാത്രത്തിൽ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒരേ തിക്നെസ് എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പം ഏകദേശം എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് വരത്തക്ക രീതിയിൽ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണിത് കട്ട് ചെയ്യുന്നത്. നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു കുറച്ച് നേരത്തേക്ക് വെക്കുകയാണെങ്കിൽ ഇതൊന്ന് നമുക്ക് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ഓരോ പീസും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓരോ പീസുകളും ഇതുപോലെ മുട്ടയിൽ ഇട്ട് 2 സൈഡും നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. എല്ലായിടത്തും ഒരുപോലെ ബ്രെഡ് ക്രംസ് കവർ ചെയ്തിരിക്കണം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ പീസുകളും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ടെടുക്കാം. അങ്ങനെ മുഴുവൻ പീസുകളും നമ്മളിപ്പോൾ ബ്രെഡ് ക്രംസിനകത്തിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം വേണം ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വെളിഭാഗമൊക്കെ പെട്ടെന്ന് നമുക്ക് അങ്ങ് ഫ്രൈ ആയിപ്പോയിട്ട് അകം ഒട്ടും കുക്കാവില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് ഒരുപാട് ഡാർക്ക് കളറൊന്നും ആവണ്ട. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ അത്രയും മതി. ഒരുപാട് കട്ട്ലേറ്റ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പോലുള്ള ആ ഒരു ഡാർക്ക് കളർ ഇതിന് വേണ്ട. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ഇച്ചിരി ടൈം എടുത്ത് വേണം ഇനി നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള മുഴുവൻ പീസസും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ മുഴുവൻ നഗറ്റ്സും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. കുക്കിങ്ങിന് മാത്രമേ ഒരല്പം ടൈം എടുക്കുന്നുള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട. നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെയധികം ഇഷ്ടമാവും. ഒരുപാട് സ്പൈസിയോ അങ്ങനെ ഒന്നുമല്ല. ഇതിനൊന്നും നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കി പുറത്തൊന്നും വാങ്ങിക്കൊടുക്കേണ്ട. നമുക്ക് നല്ല ക്വാണ്ടിറ്റി തന്നെ വീട്ടിൽ ഒരുപാട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.